കോതമംഗലത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചുകൊണ്ട് കോതമംഗലം KSRTC ഡിപ്പോയിൽ നിന്നും രാവിലെ 6:30 പുറപ്പെടുന്ന കോതമംഗലം തിരുവനന്തപുരം എക്സ്പ്രസ് നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ ബസ് സർവീസ് നടത്തുന്നില്ല. ഈ എക്സ്പ്രസ് ബസ് വേറെ ഡിപ്പോയിലേക്ക് മാറ്റിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഹൈറേഞ്ചിൽ നിന്നുള്ളവർക്കും കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ളവർക്കും തലസ്ഥാന നഗരിയിലേക്ക് ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരുവാനുള്ള ഏക ആശ്രയമായിരുന്നു ഈ സർവീസ്. കഴിഞ്ഞ 50 വർഷം മുമ്പ് ആരംഭിച്ച ഈ എക്സ്പ്രസ് സർവീസ് കോതമംഗലം ഡിപ്പോയിലേക്ക് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോതമംഗലം ATOയ്ക്കും ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ആം ആദ്മി പാർട്ടി നിവേദനം നൽകിയത്. കഴിഞ്ഞ 50 വർഷമായിട്ട് നിരവധി യാത്രക്കാർ പോയിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിർത്തി അത് എക്സ്പ്രസ് ആണത്. നിരവധി യാത്രക്കാരും ലാഭകരമായ ഒരു സർവീസാണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അടിയന്തരമായിട്ട് പുനഃസ്ഥാപിക്കണമെന്നാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത്. ഞായറാഴ്ച മാസത്തിൽ ബാക്കി എല്ലാ ദിവസവും വൃത്തിയായിട്ട് ഓടിക്കൊണ്ടിരുന്ന അതെന്താണ് മാറ്റാനുള്ള കാരണം അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. ഒരു ദിവസം ഇവിടെ വർഷാപ്പിൽ ഇവിടെ പിടിച്ചിട്ടതിന് ശേഷമാണ് ഇപ്പോൾ പോയത്. പെട്ടെന്ന് ഇപ്പോൾ മാറി ചെയ്യുമ്പോൾ വേറെ ഇത് നിന്നിട്ടാണ് നമ്മളിത് അറിയുന്നത്. ഇപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇവിടുന്ന് മാറ്റിയതാണ്. അപ്പോൾ ഞങ്ങളുടെ നിവേദനമാണത്. ആദ്യം തിരുവനന്തപുരം വണ്ടിയായിരുന്നു. TJക്കിപ്പോൾ MLA ആയിരുന്ന സമയത്ത് ഓഫീസറിന്റെ ടൈമായി സമയത്ത് തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്തി അന്ന് തന്നെ തിരിച്ചു പോരാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ജോലിക്കാർക്കാണല്ലോ ഓഫീസിലൊക്കെ പോകുന്നതിന് അധികാരികളെ അറിയിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഞങ്ങൾ നീങ്ങും. നൂറ്റാണ്ട് മുൻപ് ആരംഭിച്ച ഈ സർവീസ് എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന് മണ്ഡലം സെക്രട്ടറി ബിജോയ് പുളിക്കൽ പറഞ്ഞു. കോതമംഗലം KSRTC സ്റ്റാൻഡിൽ നിന്നും 6:30 പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന എക്സ്പ്രസ് ബസ് ഇപ്പോൾ ഇവിടുന്ന് ക്യാൻസലാക്കിയിരിക്കുകയാണ്. അത് വേറെ ഡിപ്പോയിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ ബസ് എത്രയും വേഗം കോതമംഗലം ഡിപ്പോയിലേക്ക് തിരിച്ചു വിട്ട് ഇവിടുന്ന് സർവീസ് ആരംഭിക്കണം എന്ന ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റിലേക്ക് നിവേദനം കൊടുത്തു. എത്രയും വേഗം കോതമംഗലത്തിന് കോതമംഗലത്തിന് അഭിമാനമായ അല്ലെങ്കിൽ ഈ ഡിപ്പോയ്ക്ക് അഭിമാനമായ ഏതാണ്ട് 50 വർഷത്തോളം മുമ്പ് ആരംഭിച്ച TNJക്ക് ഇപ്പോൾ MLA ആയിരുന്ന സമയത്ത് തുടങ്ങിയ ബസ്സാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒട്ടേറെ ആളുകൾക്ക് സംസ്ഥാന തലസ്ഥാനത്തേക്ക് പോകുവാൻ ഉപകരിച്ചിരുന്ന സർവീസായിരുന്നു ഇത് എന്ന് മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ പറയുകയുണ്ടായി. 50 വർഷങ്ങളോളമായി ഇവിടുന്ന് 6:30 മണിക്ക് ഇവിടുന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഈ എക്സ്പ്രസ് ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനമായിരുന്നു അന്നത്തെ കാലത്ത്. ഈ പറഞ്ഞോട്ട് ഇവിടുന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുവാനും അതുപോലെ തന്നെ അവിടുന്ന് അതിൽ തന്നെ തിരിച്ചു വരുവാനുമുള്ള ഒരു സംവിധാനമായിരുന്നു ഇവിടുത്തെ കോതമംഗലത്തുകാർക്കും ഹൈറേഞ്ച് മേഖലയിലുള്ളവർക്കും പ്രധാനമായും ഈ സർവീസ് കൊണ്ട് മെച്ചമുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് ഏതാനും മാസങ്ങളായി ഇപ്പോൾ ഈ സർവീസ് നിലവിൽ കാണുന്നില്ല. പക്ഷേ ഈ സർവീസ് ആം ആദ്മി പാർട്ടി പറയുന്നു ഈ സർവീസ് പുനരാരംഭിച്ച് ഇത് കോതമംഗലത്തിന് കിട്ടിയ ഒരു തിലകക്കുറിയായിരുന്നു. അത് മാറ്റി എക്സ്പ്രസ് വേറെ ഡിപ്പോയിലേക്ക് പോയതിനെ ആം ആദ്മി പാർട്ടി ശക്തിയായി എതിർക്കുന്നു. എക്സ്പ്രസ് സർവീസ് നിർത്തിവെച്ചത് കോതമംഗലത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളിയിൽ പറഞ്ഞു. കോതമംഗലം KSRTCയിൽ നിന്നും 6:30 കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്കുള്ള ഒരു എക്സ്പ്രസ് ബസ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏറെ പ്രയോജനമുള്ള ഒത്തിരിയേറെ യാത്രക്കാർക്ക് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഏറെ പ്രയോജനമുള്ള ഒരു വാഹനമായിരുന്നു. പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തുവാൻ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തുവാൻ ഏറെ പ്രയോജനപ്പെട്ടിരുന്ന ഒരു ബസ് ഇപ്പോൾ യാതൊരു കാരണവുമില്ലാതെ ഏതാണ്ട് 50 വർഷം മുൻപ് ആരംഭിച്ച ഒരു സർവീസാണിത്. ആ സർവീസ് യാതൊരു കാരണവുമില്ലാതെ ഇവിടെ നിർത്തിക്കളഞ്ഞത് കോതമംഗലത്തെ ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയായിട്ട് ആം ആദ്മി പാർട്ടി കാണുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സർവീസ് പുനരാരംഭിച്ച് ഈ എക്സ്പ്രസ് ബസ് സർവീസ് തന്നെ ആക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പരാതി ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പരിഹാരം കിട്ടിയില്ല എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നടത്തി ഈ സർവീസ് പുനരാരംഭിക്കുവാനുള്ള നടപടികളിലേക്ക് ആം ആദ്മി പാർട്ടി നീങ്ങും എന്ന കാര്യം ഇവിടെ അറിയിക്കുകയാണ്. KS ഗോപിനാഥൻ, ജോസ് മാലിക്കുടി, സാജു KP, കുഞ്ഞിത്തൊമ്മൻ എന്നിവർ നേതൃത്വം നൽകി.
എക്സ്പ്രസ് സർവീസ് അടിയന്തരമായി പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ നടപടികൾ സംഘടിപ്പിക്കുമെന്ന് ആം ആദ്മി പാർട്ടി മുന്നറിയിപ്പ് നൽകി. ഗ്രീൻ വിഷൻ ന്യൂസ്, കോതമംഗലം.